ശ്രീ മോഹൻ റോയ്, ഇവിടെ ഈ പറയുന്ന മരണം സുബിൻ എന്ന് പറയുന്ന ഇയാളുടെ പ്രത്യേകത, ഇയാളൊരു ക്രൈം ചെയ്ത ഒളിവ് പോകുന്നില്ല. ക്രൈം ചെയ്താൽ നേരെ വീട്ടിൽ പോയിരിക്കും. അവിടെ പോലീസുകാർ വരുമ്പോഴത്തേക്ക് പട്ടി അഴിച്ചു വിടും. ചില പട്ടി അടിക്കും, ചിലപ്പോൾ ഇല്ല. പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും, ജയിലിലിടും, ഇറങ്ങി വരും, വീണ്ടും ക്രൈം ചെയ്യും, വീണ്ടും ഇതേ മോഡസ് ഓപ്പറാണ്ടി. ഇവിടെ അതുപോലെ തന്നെ ഈ റേപ്പ് നടത്തി അയാൾ ഒളിവ് പോയൊന്നുമില്ല. അയാൾ നേരെ വീട്ടിൽ പോയിരുന്നു, പോലീസ് പിടിക്കാൻ പോയപ്പോഴേ പട്ടി അഴിച്ചു വിട്ടു. മോഹൻ റോയ് നോക്കൂ, ഇവിടെ ഈ റേപ്പ് കേസുകളുടെ സാങ്കേതികത ഉപേക്ഷ ബന്ധമാണോ പ്രണയമാണോ തുടങ്ങിയ സങ്കീർണത ഒന്നുമില്ല. പച്ചക്കുള്ള റേപ്പാണ്. നോക്കൂ, ഇവിടെ ആർക്കും ഞെട്ടലില്ല, കാര്യമായ സോഷ്യൽ മീഡിയ ചർച്ചകളില്ല, ഹാഷ്ടാഗ് ഇല്ല. ഒരു പാവം പെൺകുട്ടി എന്നൊരു പ്രിവിലേജ് ഇല്ലായ്മയാണോ കാരണം, അതോ ഇതൊക്കെ അത്രയും സാധാരണ, ഇതൊക്കെ കണ്ട് നമ്മൾ ന്യൂ നോർമൽ എന്ന രീതിയിൽ നമ്മുടെ മാനസികാവസ്ഥ അതപ്പതിച്ചു പോയതാണോ ശ്രീ മോഹൻ റോയ്? ഇല്ല, ഒരിക്കലും മാനസികാവസ്ഥ അതപ്പതിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു തരം എന്താ പറയുക, ഒരു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഗസറ്റഡ് പ്രതികരണങ്ങളും നോൺ ഗസറ്റഡ് പ്രതികരണങ്ങളും എന്ന് പറയുന്നത് പോലെ ഒരു ഗസറ്റഡായ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ സമൂഹമുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഹാഷ്ടാഗുകളുണ്ട്, സാംസ്കാരിക നായകന്മാർ കരഞ്ഞ് മെഴുകുന്നുണ്ട്, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ചിലരുടെ കാര്യത്തിൽ മാത്രം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടന പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാരണങ്ങൾ അതിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ പ്രതികരണം നശിച്ചു പോയിട്ടൊന്നുമില്ല. ഇതൊരു മറ്റൊരാൾക്കെതിരെ ആയിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നു നമുക്കറിയാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംവിധാനം, നമ്മളിപ്പോൾ പോലീസ്, കേരളത്തിലെ പോലീസ് ഇപ്പോഴും മാതൃകയാണെന്നൊക്കെയാണ് ഇപ്പം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല റിപ്പോർട്ടുകളിലും കേരളത്തിലെ പോലീസിന് അഭിനന്ദനമൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ അഭിനന്ദനം ലഭിക്കുന്ന പോലീസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് അങ്ങും ശ്രീ ജോർജ് ജോസഫ് സാറും എനിക്ക് തോന്നുന്നു ശ്രീ ഉമേഷ് വള്ളിക്കുന്നുമൊക്കെ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ നോക്കുന്ന ഒരാളാണ്, പ്രതികരിക്കാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ പല പാരാമീറ്റേഴ്സിലും ഒന്നാം സ്ഥാനത്തായിരിക്കുമെങ്കിലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന രീതിയിലാണോ നമ്മുടെ ലോ ആൻഡ് ഓർഡർ ആക്ടിവിറ്റീസ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചില എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളൊരു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ പല ഘട്ടങ്ങളിലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അതിലൊന്ന് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആവശ്യമാണ്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കഴിഞ്ഞാൽ ഈ ആൻറ്റി ഗാങ് വാർ യൂണിറ്റുകൾ ഉണ്ടാവണം, ആൻറ്റി ഗാങ് യൂണിറ്റുകൾ പോലീസിലുണ്ടാവണം. പിന്നെ ഇതിൽ സ്പെഷ്യലൈസ്ഡ് കോർട്ടുകൾ ഉണ്ടാവണം, ഇതിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമുകൾ ഉണ്ടാവണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സമ്പത്തുണ്ടാക്കുന്നവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റും ഒക്കെ. ഇപ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചല്ലോ, ഒരു പ്രത്യേക മേഖലയിൽ ഒരു വീട്ടിൽ പോയിരുന്ന് പട്ടിയൊക്കെ അഴിച്ചുവിട്ട് ഇത്തരത്തിലുണ്ടാകുന്ന ഒരാൾ അവിടെ ഉണ്ടെന്നറിയുമ്പോൾ ആ സ്ഥലത്തേക്ക്, കേരളം പോലെ ഇത്രയും ജനസാന്ദ്രതയുള്ള സ്ഥലത്തേക്ക് എന്തുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? ഇത്തരത്തിലൊരു ആളവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ലേ? അതോ അറിഞ്ഞിട്ടും നമ്മെ എന്തെങ്കിലും പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? അത്തരം ഘടകങ്ങളൊരു പരിശോധിച്ചാൽ മാത്രമേ ഇതിന് പൂർണ്ണമായിട്ട് ഒരു അവസാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ്, ഇപ്പോൾ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റുകളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പഴയ ഒരു കണക്കുണ്ടത്രേ. അതായത് നിങ്ങൾ 4/1 കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൂ എന്ന്. ആ 4/1 കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്താൽ അതിൽ 4/1 ശിക്ഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അങ്ങനെയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ 16 കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളെ മാത്രമേ ശിക്ഷിക്കുന്നുള്ളൂ എന്നാണ്. നോക്കൂ, ഒരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് 160 കുറ്റകൃത്യങ്ങൾ ചെയ്താൽ 16 കുറ്റകൃത്യങ്ങളെ ശിക്ഷിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ബാക്കി കുറ്റകൃത്യങ്ങളുടെ പണവും ധനവും ബാക്കി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇത്തരം കേസുകളിലും ബാക്കി നിയമപരമായ സഹായവും മറ്റും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ലേ? ഇപ്പോൾ ഇന്ത്യയിലൊക്കെ തന്നെ ഈ ക്രിമിനൽ ഗാങ്ങുകളുള്ള പല സംസ്ഥാനത്തെക്കുറിച്ച്, ഇപ്പോൾ കേരള പോലീസ് ഉൾപ്പെടെ സാഹസികമായി അവിടെ എത്തി അവരെ പിടിച്ച വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പല തിരുട്ടു ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുന്ന ക്രിമിനൽ ഗാങ്ങുകളുള്ള അവർ വാഴുന്ന സ്ഥലങ്ങളുണ്ട്, അവരുടെ ഗ്രാമങ്ങളുണ്ട്, അവിടെ എത്തിപ്പെടാൻ പോലും നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റുകൾക്ക് വളരാനുള്ള, അത് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനാണോ, അതോ അബ്കാരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, അതോ ലാൻഡ് മാഫിയയാണോ, അതോ നമ്മൾ പറഞ്ഞതുപോലെ ഡ്രഗ് മാഫിയയാണോ ഇവരെ ഫണ്ട് ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളം താമസിയാതെ തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ആൾക്കാരുടെ നിയന്ത്രണത്തിലേക്ക് പോകാനുള്ളൊരു വലിയ അപകട സാധ്യത നിലനിൽക്കുന്നത്. കാരണം നമുക്കറിയില്ലേ, ബോംബെയിലൊക്കെ ഒരു കാലത്ത് അവർ ഈ പിച്ചാത്തിയും ബാക്കിയൊക്കെ ആയിരുന്നു കയ്യിൽ കൊണ്ടുപോയത്. ഇപ്പോൾ ഈ ഇൻസിഡൻറ്റിലും നടന്നതൊരു പിച്ചാത്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തോക്കുകളാണ്, ആയുധങ്ങളാണ്. അതും ഇവർക്ക് കിട്ടാൻ വലിയ പാടൊന്നുമില്ല, കാരണം ആയുധങ്ങളുടെ ഒരു ലഭ്യതയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ കേരളത്തിൻ്റെ ഒരു പൊതു അവസ്ഥ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടിക്കുഴഞ്ഞൊരവസ്ഥയായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ പാനലിലുള്ള 5 പേരും ഒരു വാഹനത്തിൽ പോവുകയാണ്. ഇപ്പോൾ നമ്മളൊരു കാറിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. കാറിൻ്റെ സൈഡിൽ ആർക്കെങ്കിലും ഒന്ന് ഉരയുകയോ ഒരു 2 വീലറുകാരനോ മറ്റൊരു കാറുകാരനോ വന്ന് ഉരയ്ക്കുകയാണെങ്കിൽ, അയാളുടെ അശ്രദ്ധ കൊണ്ടാണെന്ന് തന്നെ വിചാരിച്ചോളൂ, ഉരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്ലാസ് താഴ്ത്തിയിട്ട് അയാളോട് സംസാരിക്കാൻ, എന്തിന്
കാറ് നിർത്തി പുറത്തിറങ്ങുന്ന കാര്യം നമ്മളാരും ആലോചിക്കത്ത പോലുമില്ലല്ലോ. അപ്പോൾ അതൊരു പേടി, ഒരു ഉൾഭയമായി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നില്ലേ? അത്തരമൊരു ഉൾഭയത്തോടു കൂടി നമ്മളൊരു പരിഷ്കൃത സമൂഹം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇത് വന്ന് ഒരു ഘട്ടത്തിൽ പോലീസിന് പോലും രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബോംബെ അണ്ടർവേൾഡിലൊക്കെ തന്നെ പ്രസിദ്ധമായ ഒരു ഷൂട്ടൗട്ട് നടക്കുന്നത് ബോംബെയിലെ ഒരു പ്രസിദ്ധമെന്ന് പറയുമ്പോൾ കുപ്രസിദ്ധമാണ് കേട്ടോ, ഇനി അങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചേക്കല്ലേ. ബോംബെ അധോലോകത്തിലെ ഒരു കുപ്രസിദ്ധ ഷൂട്ടൗട്ട് നടക്കുന്നത് ഒരു ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ നടന്ന ഷൂട്ടൗട്ടിൽ അന്ന് പോലീസുകാരുൾപ്പെടെ കൊല്ലപ്പെട്ടു. എനിക്ക് തോന്നുന്നത് പോലീസുകാരുൾപ്പെടെ കൊല്ലപ്പെട്ട ആ ഷൂട്ടൗട്ടിന് ശേഷമാണ് ബോംബെ പോലീസ് വളരെ കൃത്യമായി ഒരു ഗുണ്ടാ സംഘങ്ങളെ എതിരിടാൻ തീരുമാനിക്കുകയും അവരുടെ ഇടയിൽ ഗ്യാങ് വാർ ഉണ്ടാക്കി കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും, എനിക്ക് തോന്നുന്നു ഡി ഗ്യാങ് എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിം ഗ്യാങ്ങിൻ്റെയൊക്കെ ഒരു തുടക്കം ഇടയ്ക്കിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒരവസ്ഥയിലേക്ക് നാം പോകുമോ എന്നുള്ള ഒരു വലിയ ഈ പെൺകുട്ടിയുടെ ഒരു ഗതികേട് വല്ലാത്ത അവസ്ഥയാണ്. കഷ്ടമാണ്. പെൺകുട്ടിയുടെ ഗതികേട്, പാവം കുട്ടിയാണ്, അഷ്ടിക്ക് വകയില്ലാത്ത അക്ഷരാർത്ഥത്തിൽ ആ കുട്ടിയുടെ മാത്രം പരിമാണത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അതിനാണ് ഈ ഇമാതിരി വൃത്തികേട് മുഴുവൻ ഇയാൾ കാണിച്ചിട്ട് പേടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയത്. മനുഷ്യന്മാരാണോ ഇമാരൊക്കെ? ഭർത്താവ് മരിച്ചിട്ട് ഒരു ആഴ്ചക്കകം ജോലിക്ക് വരേണ്ട ഒരു സ്ത്രീയുടെ ഗതികേട് നമ്മളൊന്ന് മനസ്സിലാക്കണമെന്നേ. ആ ഗതികേട് പോലും മനസ്സിലാവാത്ത രീതിയിൽ അതിൽ ഘടകങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാവാം, ലഹരിയുടെ ഉണ്ടാവാം. പിന്നെ ഇതൊരു കൊട്ടേഷനാണല്ലോ. ഇപ്പോൾ ഈ കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസിൻ്റെ ഒരവസ്ഥയും അതിൻ്റെ വിധിയും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും ഒക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് അത് നേരത്തെ സൂചിപ്പിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ആണധികാരത്തിൻ്റെ, ആൺമേൽക്കോയ്മയുടെ, സ്ത്രീയെ ലൈംഗികമായി കീഴ്പ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ആണധികാരത്തിൻ്റെയും ആൺമേൽക്കോയ്മയുടെ ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു പുരുഷനെ കയറി ലൈംഗികമായി ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവനൊന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണല്ലോ ഇവന്മാരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പല സ്ത്രീ വിരുദ്ധതയും ലിംഗവിരുദ്ധതയും ഒക്കെ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്രിമിനൽ എലമെൻറ്റുകളും ഒക്കെ കൂടിച്ചേരുമ്പോഴാണ് ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.